Let's go to next question number 23. Mass of methane required to produce 22 gram of carbon dioxide after complete combustion. നോക്കൂ, ഇത് ബേസിക് കൺസെപ്റ്റിലെ, അതായത് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാം. മീഥേൻ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 22 gram ഓഫ് കാർബൺ ഡയോക്സൈഡ്. അപ്പൊ ഞാൻ ഇക്വേഷൻ എഴുതുന്നു. മീഥേൻ അല്ലെ, അയാൾ റിയാക്ട് ചെയ്തു. സോ വാട്ട് വി ഗെറ്റ് കാർബൺ ഡയോക്സൈഡ് പ്ലസ് 2H2O. ഓക്കെ, ഇവിടെ O2 വേണം. മക്കളെ, നമ്മൾ ആരെയും ഇതിനകത്ത് ബാലൻസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം POIC കൺസെപ്റ്റ് പ്രകാരം ഒരു മീഥേനിൽ നിന്നും നിങ്ങൾക്ക് ഒരു കാർബൺ ഡയോക്സൈഡ് കിട്ടാൻ പോകുന്നുള്ളൂ അല്ലേ. അപ്പൊ നമ്മോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? മീഥേന്റെ മാസ് എത്ര കാർബൺ ഡയോക്സൈഡ്? 22 gram ഓഫ് കാർബൺ ഡയോക്സൈഡ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് വളരെ വ്യക്തമായി എഴുതാം. 1 mole of methane will give you 1 mole of carbon dioxide. 1 mole of methane gives you 1 mole of carbon dioxide. 1 mole of methane, 16 gram. 16 gram will give you 44 gram. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എത്രയാണ്? 22 gram അല്ലേ. അപ്പോ 44 ഗ്രാമിന് അത്രയാണെങ്കിൽ 22 ഗ്രാമിന് നമ്മൾ എടുക്കേണ്ടത് ഉറപ്പായും എത്ര ഗ്രാം ആണ്? 8 gram അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ ഫോർ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഈസ് 8.